വളരെ സ്റ്റൈലിഷ് ആയിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല എലഗന്റ് പാർട്ടി വെയർ സാരിയാണ്. നമുക്കൊരു വെഡിങ് പോലുള്ള ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ക്രഷ് ബനാറസി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. കണ്ടാൽ നമുക്കൊരു ഹെവി ലുക്ക് തോന്നും സാരിക്ക്. വളരെ ഫെദർ ലൈറ്റ് എന്ന് പറയാം, അത്രയ്ക്ക് തിക്നെസ് കുറവാണ് സാരി, വെയിറ്റ്ലെസ് ആണ്. ഇതായിരിക്കും സാരിയുടെ ഒരു ഫോൾ ഇങ്ങനെ വരും. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയിലെ ആ ഒരു ബോർഡേഴ്സ് വരുന്നത്. ക്രഷ് ഫീലിലാണ് കോൺട്രാസ്റ്റ് ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലാണ്. ആ ഒരു ആന്റിക് ഗോൾഡിലുള്ള ഒരു ഫ്ലോറൽ മോട്ടീവ്സും അതിലൊരു പേസ്ലി ഡിസൈൻസിലുള്ള പാറ്റേണിലും ആയിരിക്കും ബോഡി വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേൾ ക്രീമും ചില്ലി റെഡും ആണ് കോമ്പിനേഷൻ. ഇതാണ് ആ ഒരു വുവൺ ഡിസൈൻസ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. സ്മോൾ ആ ഒരു ജെറി വുവൺ മോട്ടീവ്സും അതിലൊരു പേസ്ലി ഡിസൈൻസും വരുന്നുണ്ട്. പോൾക്ക ഡോട്ട് വരുന്നുണ്ട് ബോഡിയിൽ. നല്ലൊരു ക്രഷ് ഫീലില് സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. പല്ലു ആ ഒരു ക്രഷ് ഫീലിൽ തന്നെയാണ് സാരിയുടെ ബോർഡർ വരുന്നത്. അപ്പർ ലോവർ ഷോർട്ട് ആൻഡ് ലോങ് പാറ്റേണിലാണ് ബോർഡർ വന്നിട്ട്. പല്ലു ഈ ഒരു പാറ്റേണിലായിരിക്കും മുന്താണി വരുന്നത്. ആ ഒരു ബനാറസി വുമൺ സ്റ്റൈലില് ഒരു ആന്റിക് സെറിയിൽ തന്നെയായിരിക്കും. സെയിം സ്റ്റൈല് തന്നെ കേട്ടോ ബ്ലൗസും വരുന്നത്. അതേ പാറ്റേണിൽ പല്ലുവിൽ വരുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ആ ഒരു ക്രഷ് ഫീലിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. ചില്ലി റെഡി തന്നെയാണ് വരുന്നത്. ഇതാണ് സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു ലുക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് ക്രഷ് ബനാറസി സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വിത്ത് ബ്രൊക്കേഡ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി സെയിം അതേ കളർ പാലറ്റ് തന്നെയാണ് വരുന്നത്. പേൾ ക്രീം തന്നെ ആയിരിക്കും സാരിയുടെ ബോഡി വരുന്നത്. ചില്ലി റെഡ് ആണ് ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. ഫാബ്രിക്കും സെയിം തന്നെ. അതേ ക്രഷ് ബനാറസി സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ. ഇതിന്റെ ബോഡി വരുമ്പം ഈ ഒരു ലൈൻസ് ആണ് സ്ട്രൈപ്പ് ഡിസൈൻസിൽ ഈ ഒരു വുവൺ പാറ്റേണിലാണ്. ഫ്ലോറൽ ഡിസൈൻസിലുള്ള വുവൺ ഡിസൈൻസിലായിരിക്കും ബോഡി വരുന്നത്. ക്രഷ് ഫീലിൽ തന്നെ ബോർഡറും അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ഈ സാരിയിൽ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതിന് നമ്മൾ ചെസ്റ്റ് പോർഷനും പല്ലും വരുന്നത് സ്ട്രൈപ്സിലായിരിക്കും. ഇതേ ലൈൻസിലായിരിക്കും വരുന്നത്. ഇതിന്റെ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പം ഡിസൈൻ മാറുന്നുണ്ട്. ഇതാണ് പേസ്ലി പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും പ്ലീറ്റ്സ് വരുന്നത്. ഒരു ഫ്യൂഷൻ ടൈപ്പാണ് സാരി വരുന്നത്. പ്ലീറ്റ്സ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ട് ആ ഒരു ഹോറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസിലായിരിക്കും സാരിയുടെ ആ ഒരു ചെസ്റ്റ് പോർഷനും പല്ലും വരുന്നത്. മുന്താണിയുടെ എൻഡ് വരുമ്പം അതേ ആ ഒരു ബനാറസി സ്റ്റൈലിൽ തന്നെയായിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസും മുന്താണിയും വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരും സാരി. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ മൾട്ടി കളറിൽ ഒരു ജോമെട്രിക്കൽ അബ്സ്ട്രാക്ട് ഡിസൈനിലായിരിക്കും ബോഡി വരുന്നത്. ഈ ഒരു ലുക്കാണ് സാരി നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഫുൾ സാരി ഈ ഒരു പാറ്റേണിൽ വരും. നല്ല വൈബ്രന്റ് കളേഴ്സിലാണ് സാരി വന്നിരിക്കുന്നത്. ഒരു ബേബി പിങ്ക്, അക്വ ബ്ലൂ, അക്വ ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിൽ ഫുൾ സാരി വന്നിട്ട് ത്രെഡ് വീവ് പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഒരു വൂവൺ ഡിസൈനിൽ ഒരു ഐവറി ക്രീമിലായിരിക്കും ബോർഡർ വരുന്നത്. നല്ലൊരു പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വൂവൺ ഡിസൈനിലുള്ള ബോർഡർ. ബോഡി വരുന്ന ഈ ഒരു പാറ്റേൺ ഗീച്ച വീവിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. അതിലും ഗോൾഡൻ സെറി ലൈൻസും ഗീച്ച വൂവൺ പാറ്റേണിലുള്ള ഷോർട്ട് പല്ലു. വളരെ ലൈറ്റ് വെയിറ്റ് കേട്ടോ. നമ്മൾ ആ ഒരു പ്യുവർ ദേസി ടെസറിന്റെ അതേ ഒരു ഫീലിൽ വരുന്ന സാരിയാണ്. പക്ഷെ ഇത് വരുമ്പോൾ സെമി ടെസറാണ്. പക്ഷേ ടെക്സ്ചറും ആ ഒരു ഫീലെല്ലാം ആ ഒരു പ്യുവറിന്റെ അതേ ഒരു പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന സാരി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു എലഗന്റ് പാർട്ടി വെയർ സാരിയാണ്. അത് വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുമാണ് സാരി വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ നമ്മളൊരു പ്യുവർ ദേസി ടെസർ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു 5K എബവ് വരും. ഇത് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നല്ല ആ ഒരു ലുക്കിൽ തന്നെയാണ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് ഗീച്ച വീവിൽ തന്നെയാണ്. സെയിം മുന്താണിയുടെ അതേ ആ ഒരു പാറ്റേണിൽ ആ ഒരു പ്യുവർ ജൂട്ട് സിൽക്കിന്റെ എല്ലാം ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു വീവിലാണ് ബിഗ് ബോർഡർ ആയിട്ട് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം അതേ ഡിസൈനും ഫാബ്രിക്കും എല്ലാം സെയിം തന്നെയാണ്. ആ ഒരു കളേഴ്സിൽ മാത്രം കോമ്പിനേഷനിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ബേബി പിങ്ക്, ഓക്സ്ഫോർഡ് ബ്ലൂ, അക്വ ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻസ് വരുന്നത്. സെയിം അതേ വുവൺ പാറ്റേണിൽ തന്നെ ഡബിൾ സൈഡ് ബോർഡർ വന്നിട്ട് ഗീച്ച വീവിലുള്ള ഷോർട്ട് പല്ലു. സെയിം അതേ ഗീച്ച വുവൺ പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരും. നെക്സ്റ്റ് സാരി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ. ഇതിന്റെ ഫാബ്രിക് പറയുകയാണെങ്കിൽ ബഗൽപൂരി ലിനൻ ആണ്. ബഗൽപൂരി ലിനനിൽ ഫുൾ ബോഡി എംബ്രോയിഡറി വർക്കാണ്. ത്രെഡ് വർക്കിലുള്ള ഫ്ലോറൽ ഡിസൈൻസും ഒരു ജാൽ പാറ്റേണിലാണ് ബോഡി വരുന്നത്. ബോർഡർ വരുന്നതും ഒരു വർലി ഡിസൈനിന്റെ പാറ്റേണിൽ ഫ്ലോറൽ പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത് ബോർഡറിൽ. ഇതായിരിക്കും ആ ഒരു ലുക്ക് വരുന്ന സാരി. വളരെ കംഫർട്ടബിൾ ആണ്. ആ ഒരു ലിനൻ പകൽപൂരി ലിനൻ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കംഫർട്ട് ലെവലിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് വെയർ സാരിയാണ്. ഇതാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. പ്രിന്റ് അല്ല, ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കാണ്. ഒരു ഫ്ലോറൽ ഡിസൈൻസും ആ ഒരു ബ്ലാക്ക് ത്രെഡിലായിരിക്കും ജാൽ പാറ്റേൺസ് വരുന്ന സാരിയിൽ. ഇതാണ് ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. സെയിം ത്രെഡ് വൂവൺ പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയുടെ ബോർഡറും വരുന്നത്. അതൊരു ബ്ലാക്ക് ത്രെഡിലാണ്. ഇതായിരിക്കും ആ ഒരു റിവേഴ്സ് സൈഡ് ഇങ്ങനെ വരും. ഇത് ബോർഡറിന്റെ ബാക്ക് സൈഡ് കേട്ടോ. ബോഡി വരുമ്പം ഈ ഒരു പാറ്റേണിലാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ഇതായിരിക്കും ആ ഒരു ലുക്ക് ഇങ്ങനെ വരും. മുന്താണി
ഒരു ത്രെഡ് വർക്കിൽ ബാദ്ല മിറർ വർക്കിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഫുൾ ഒരു കാന്ത സ്റ്റിച്ച് വരുന്നുണ്ട്. ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിന് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു മൾട്ടി കളർ കാന്ത വർക്ക് വരുന്നുണ്ട്. റെഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് കാന്ത സ്റ്റിച്ച് വരുന്നത്. അതിൽ അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ആ ഒരു ബാദ്ല മിറർ വർക്ക് വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് സെയിം, അതേ ബോഡി കളർ എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത്. ആ ബോർഡറിന്റെ കളറിൽ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ഇതിന് മുൻപത്തെ സാരിയിൽ ആ ഒരു ബ്ലാക്ക് ആയിരുന്നു ബോർഡർ വന്നത്. ഇതിൽ വരുമ്പോൾ നല്ലൊരു പൗഡർ ബ്ലൂ ആണ്, ഒരു സ്കൈ ബ്ലൂ ആണ് ബോർഡർ വരുന്നത്. ആ ഒരു ത്രെഡ് വൂവൺ പാറ്റേണിൽ തന്നെ. ബോഡി എല്ലാം സെയിം അതേ ഒരു ഫ്ലോറൽ ജാൽ പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു ബോർഡർ വരുമ്പോൾ ഇതാണ്, ഈ ഒരു കളറാണ്. ഇത് റിവേഴ്സ് സൈഡാട്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. മുന്താണി ഞാൻ കഴിഞ്ഞ സാരിയിൽ ഞാൻ ക്ലോസർ കാണിച്ചില്ലല്ലോ. ഇതിൽ വരുമ്പോൾ ക്ലോസർ ലുക്ക് ഇങ്ങനെ വരും. ഒരു കാന്ത വർക്കാണ് സാരിയുടെ ആ ഒരു ലൈൻ പാറ്റേണിൽ കണ്ടോ, കാന്ത സ്റ്റിച്ചിലായിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേൺ തന്നെയായിരുന്നു കേട്ടോ കഴിഞ്ഞ സാരിയിലും, ഇതേ പാറ്റേണിൽ തന്നെ. അത് കഴിഞ്ഞ് ബാദ്ല മിറർ വർക്ക് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു റെഡ് ഗ്രീൻ യെല്ലോ കോമ്പിനേഷനിലാണ് ബാദ്ല മിറർ വർക്ക് വന്നിട്ട് വീണ്ടും കാന്ത സ്റ്റിച്ച് തന്നെയായിരിക്കും പല്ലു വരുന്നത്. ഇതാണ് സാരി ആ ഫുൾ ലുക്ക് ഇങ്ങനെ വരും. ബഗൽപൂരി ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ബ്ലൗസ്. അടുത്ത സാരി വീണ്ടും വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷനും ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു സെമി പാർട്ടി വെയർ സാരിയാണ്. ഫാബ്രിക് വൈസ് ആണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. മൽച്ചന്തേരിയും സോഫ്റ്റ് സെമി സിൽക്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ആണ് കളർ തീം വരുന്നത്. ബോഡി കളർ ഓഫ് വൈറ്റ് വന്നിട്ട് കോറൽ പീച്ച് ആണ് ബോർഡർ വരുന്നത്. അതിൽ ആ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നത് ഗ്രീനും കോറൽ പീച്ചിന്റെ കോമ്പിനേഷനിൽ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട് സാരിയിൽ. ബോഡിയിൽ ഈ ഒരു മോട്ടീവ്സ് ആട്ടോ, ഈ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരിക. ബോർഡർ വരുന്നത് ഒരു ലേസ് വർക്കിലാണ്. കോറൽ പീച്ചിൽ തന്നെയാണ് ലേസ് വർക്കിലുള്ള ബോർഡർ വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. ആ ഒരു മൽച്ചന്തേരിയും സോഫ്റ്റ് സിൽക്കും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത്. പല്ലു ഇതാണ്. മുന്താണിയിൽ ആ ഒരു ബോഡിയുടെ തന്നെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ബ്ലൗസ് കൂടി ഞാൻ ക്ലോസറിൽ കാണിക്കാം. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. രണ്ട് സൈഡിലും വരുന്നുണ്ട് ആ ഒരു കോറൽ പീച്ചിലൂടെ ലേസ് വർക്കും. ബോഡി വരുന്ന ഈ ഒരു സ്റ്റൈലിലായിരിക്കും. മുന്താണി നല്ല ഫ്ലോയി ആയിട്ട് ബോഡി ഹഗിങ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആണ്. റണ്ണിങ് ബ്ലൗസ് സെയിം ടോണിൽ തന്നെ കോറൽ പീച്ചിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്. എല്ലാം നല്ല നല്ല കളർ കോമ്പിനേഷൻസിലാണ് വരുന്നത് സാരി. ഇത് വരുന്നത് ആ ഒരു ഓഫ് വൈറ്റിൽ നല്ലൊരു ഹൽദി യെല്ലോയും ഒരു ഗ്രീൻ ടിൻറ്റഡ് ഹൽദി യെല്ലോ ആണ്. ഒരു ലൈറ്റ് ഗ്രീൻ കൂടി വന്നിട്ടുണ്ട് ഇതിൽ, നല്ലൊരു യെല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഹൽദി യെല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഒരു ഗ്രീൻ കൂടി വന്നിട്ടുണ്ട് ഇതിൽ. ആ ഒരു പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ. ഡബിൾ സൈഡ് ബോർഡർ. മുന്താണി വരുന്ന ഫ്ലോറൽ പാറ്റേൺ സെയിം സ്റ്റൈലിൽ തന്നെ. അതേ ആ ഒരു സെൽഫ് ഡിസൈനിലാണ്. പ്ലെയിൻ അല്ല ബോഡി വരുന്നത്. സെൽഫ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ വൈറ്റും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു ലേസ് വർക്കിലുള്ള ബോർഡർ ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട്. ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ പല്ലു. സെൽഫ് ഡിസൈനിൽ ഫ്ലോറൽ പാറ്റേണിലാണ് വിത്ത് ബ്ലൗസ്. ലാസ്റ്റ് സാരി കേട്ടോ. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഓഫ് വൈറ്റ് തന്നെയാണ് ബോഡി വരുന്നത്. കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഒരു ലാവൻഡർ ബ്ലെൻഡഡ് വയലറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം സ്റ്റൈൽ ബോഡി എല്ലാം സെയിം അതേ ഫ്ലോറൽ പാറ്റേൺ. മുന്താണി ഫ്ലോറൽ ഡിസൈനിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ്.